രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ജന്മഭൂമി ഒരു നമ്മളിപ്പം ഒരു ഡെയിലി ന്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന അതിനകത്തൊക്കെ വരുന്നതിനകത്തൊരു വാർത്തയിൽ അവരുടെ ഒരു വാർത്തയ്ക്ക് അതൊരു തിരുത്ത്. ഇപ്പം നമുക്കറിയാം അവർ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന് എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ണിമൂന്നൻ 6ാമത്തെ സൂപ്പർ സ്റ്റാർ. അവർ പറഞ്ഞിരിക്കുന്ന പ്രേം നസീർ, ജയൻ, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, പിന്നെ 6ാമത് ഉണ്ണിമൂന്തൻ. എന്തൊരു വ്യഗ്രതയാണ് ഉണ്ണിമൂന്തനെ 6ാമത്തെ സൂപ്പർ സ്റ്റാറായിട്ട് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഉണ്ണിമൂന്തൻ്റെ പെർഫോമൻസ് നല്ലതാണ്, അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഉണ്ണിമൂന്തൻ്റെ എല്ലാ സിനിമകൾക്കും ജയ് ഗണേഷ് ആണെങ്കിലും മാളികപ്പുറം ആണെങ്കിലും മേപ്പടിയാനാണെങ്കിലും ഈ എപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ ആണെങ്കിലും എല്ലാം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, ഉണ്ണിമൂന്തൻ 6ാമത്തെ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു കോവിഡ് കാലത്ത് സിനിമകൾ റിലീസ് ചെയ്യാൻ മടിച്ചിരിക്കുന്ന കാലത്ത് വെറും 50% തിയേറ്ററിൽ ഒരു ഒക്കുപൻസി ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു സിനിമ ഇറക്കി റിലീസ് ചെയ്ത കുറിപ്പ് അന്നത്തെ എനിക്കൊന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും പല തിയേറ്റർ ഉടമസ്ഥരും ഒരുപാട് പ്രേക്ഷകരും എല്ലാം ദുൽഖർ സൽമാനെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള ചില പത്രങ്ങളുടെ ഭാഗത്തുനിന്ന് ദുൽഖർ സൽമാനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച് നമ്മൾ ആ കാലത്ത് ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ. അതുപോലെ ഇങ്ങോട്ട് താഴോട്ട് എഴുതി വരുമ്പം 1986 ലാലേട്ടൻ സൂപ്പർ സ്റ്റാറായി. 1987 അതായത് ലാലേട്ടന് ശേഷം മമ്മൂക്ക ന്യൂഡൽഹിയിലൂടെ സൂപ്പർ സ്റ്റാർ ആയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ലേഖകന് നമ്മൾ ഏതൊരു പത്രത്തിൻ്റെ ആയാലും, ജന്മഭൂമി ആവട്ടെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പത്രമാവട്ടെ, ഏത് പത്രമാണെങ്കിലും ഒരു ലേഖകൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം വേണം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി. കാര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അത് സത്യമാണെന്ന് ചില ആൾക്കാർ വിചാരിക്കും. എങ്കിൽ ആ ലേഖകനോടായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ജന്മഭൂമി പത്രത്തിനോട് പറയുന്നു, മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹം ഇപ്പം ലാലേട്ടനെ പോലെ ഒരു രാജാവിൻ്റെ മകനിലൂടെയോ അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ പോലെ ഒരു ഏകലവ്യനിലൂടെ മാത്രം സൂപ്പർ സ്റ്റാർ ആയതല്ല. ഇപ്പം അതിരാത്രം പോലുള്ള, സന്ധ്യയ്ക്ക് വിരിഞ്ഞ് പൂവ് പോലുള്ള, ആ രാത്രി പോലുള്ള നിരവധി സിനിമകളിലൂടെ തന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി. 1982, 83 കാലഘട്ടത്തിൽ തന്നെ. കാര്യം പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് 1986 അദ്ദേഹത്തിന് വെച്ചിരുന്ന ഒരു സിനിമ അദ്ദേഹം അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒഴിയുകയും തമ്പി കണ്ണന്താനം പിന്നീട് ലാലേട്ടനെ നായകനാക്കി എടുക്കുകയും ലാലേട്ടൻ അതിലൂടെ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്ത്. അതിന് സുരേഷ് ഏട്ടൻ തന്നെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ 2ാമത്തെ സൂപ്പർ സ്റ്റാർ ഉദയം ചെയ്തു എന്നുള്ള വാക്ക് അന്ന്, അതായത് സിനിമ റിലീസ് ചെയ്ത്, രാജാവിൻ്റെ മകൻ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരത്തോടുകൂടി അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടു, അല്ലെങ്കിൽ കേട്ടു തുടങ്ങി എന്നുള്ള രീതിയിൽ മലയാള സിനിമയിലെ 2ാമത്തെ സൂപ്പർ സ്റ്റാർ അതാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. പിന്നീട് ഇവർ പറയുന്ന 1987 ന്യൂഡൽഹി എന്ന് പറയുന്നത് മമ്മൂക്കയുടെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന പദവിയിലേക്കുള്ള, ഞാൻ ആ സിനിമയിൽ കൂടെയാണ് മമ്മൂക്കയ്ക്ക് മെഗാസ്റ്റാർ എന്ന് പറയുന്ന പദവി കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, മമ്മൂക്കയുടെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര, അല്ലെങ്കിൽ ആ കിട്ടിയ മെഗാസ്റ്റാർ എന്ന് പറയുന്ന പദവി, അതായത് പ്രേക്ഷകർ കൊടുത്തിരുന്ന ആ പദവി അദ്ദേഹത്തിന് ഉറപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ വിജയമാണ് 1987 ന്യൂഡൽഹിയിലൂടെ കിട്ടിയത്. അല്ലാതെ 1986 ലാലേട്ടൻ രാജാവിൻ്റെ മകനിലൂടെ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷമല്ല മമ്മൂക്ക 87 ന്യൂഡൽഹിയിലൂടെ സൂപ്പർ സ്റ്റാർ ആയത്. അപ്പം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കി ഇതുപോലെ മറ്റു പല ആൾക്കാർ, ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഞാൻ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് മലയാള സിനിമയിലെ ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ, ഇത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ലാലേട്ടൻ്റെ പേരിലാണ് മമ്മൂക്കയുടെ പേരിലല്ലെന്ന്. മമ്മൂക്കയ്ക്ക് 1989 ഏപ്രിൽ 14 തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഫാൻസ് അസോസിയേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ലാലേട്ടനെ എനിക്ക് തോന്നുന്നു പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം 1998 അതോ അതിന് ശേഷമോ മറ്റോ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫാൻസ് അസോസിയേഷൻ രജിസ്റ്റർ നമ്പർ സഹിതം, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങളുടെ മറ്റും പുറത്ത് ഇത്തരത്തിലുള്ള പത്രങ്ങളിലൂടെ ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമ്പം ഇത് ചില കടുത്ത ഫാൻസുകാരായിട്ടുള്ള ആൾക്കാർ നാളെ എടുത്തുകൊണ്ട് വന്ന് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾക്കും ശ്രമിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വാർത്ത കണ്ടപ്പം അതൊന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. താങ്ക് യു.